ജനജീവിതം ദുസ്സഹമായി തന്നെ തുടരുകയാണ്. കനത്ത പുകമഞ്ഞിനെ തുടർന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. റോഡ്, ട്രെയിൻ ഗതാഗതത്തെയും ഇത് ബാധിച്ചു. വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലുമാണ്. സജു തോമസ് തുടരുന്നുണ്ട്. സജു, സ്ഥിതി വലിയ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. അത് വിമാന സർവീസുകളെയും ട്രെയിൻ സർവീസുകളും ഒക്കെ ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, നടപടികളൊക്കെ സംസ്ഥാന സർക്കാർ ഇപ്പോഴും തുടരുന്നുണ്ടോ? അത്തരമൊരു നടപടി ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ഈ മൂടൽമഞ്ഞ് ശക്തമായതോടെ വാഹന ഗതാഗതത്തെ അടക്കം സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. റെയിൽ അതോടൊപ്പം തന്നെ വ്യോമ ഗതാഗതത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഡൽഹിയിലെ വായു ഗുണനിലവാര തോത് 350-ന് മുകളിലാണ്. ചിലയിടങ്ങളിൽ ഇത് 400-ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ കുറച്ചും കൂടെ ശക്തമാക്കണമെന്നുള്ള ആവശ്യങ്ങൾ ശക്തമായിട്ട് പോലും അതിനെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാവുകയാണ്. ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ വായു ഗുണനിലവാര തോത് രേഖപ്പെടുത്തുന്നത് 400-നും 350-നും മുകളിലേക്ക് പോയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ശ്വസിക്കാവുന്നതിലും അധികം പുകപടലങ്ങളാണ് ഡൽഹിയിലെ അന്തരീക്ഷത്തിലുള്ളത്. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ വേഗം നടപ്പിലാക്കണം. ഗ്രേഡ് 4 ലിസ്റ്റിൽ ആദ്യം വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രേഡ് 3യിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശൈത്യകാലം വർദ്ധിക്കുന്നതനുസരിച്ച് വീണ്ടും വായു ഗുണനിലവാര തോത് നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു തോത് ഉയരാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ മോശം കാലാവസ്ഥയും വായു പ്രശ്നവും ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ധാരാളം ശാരീരിക പ്രശ്നങ്ങൾ ഒക്കെയും ജനങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുള്ള പ്രതിഷേധങ്ങൾ സുപ്രീം കോടതി വിലക്കിയതിനാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡൽഹി സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ള പ്രതിസന്ധികളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്.